ഈ പ്രോഗ്രാം ഒരു സംവദിക്കുന്ന രീതിയിലാണ്, അതായത് ആൾക്കാരുടെ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഞാൻ ഒരു മോഡറേറ്ററായിട്ട് നിൽക്കുന്നുള്ളൂ. മാക്സിമം ആൾക്കാർ പങ്കെടുക്കുക. പിന്നെ ചോദ്യം കുറച്ചും കൂടെ പ്രിസൈസായിട്ട് ഉള്ള ചോദ്യമാണ് നല്ലത്. നമ്മൾ കുറേ നീട്ടിയിട്ട് മനസ്സിലാവാത്ത രീതിയിലാക്കണ്ട. ഞാനൊരു സാമ്പിൾ എന്ന രീതിയിൽ ഞാനൊരു ചോദ്യം അതോട് ചോദിക്കാം. സാധാരണ വിശ്വാസികളെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, ദൈവം എന്ന് പറയുന്നൊരു പ്രത്യാശയല്ലേ, അത് ആ പ്രത്യാശ കൊണ്ട് നടക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. നമ്മൾ വലിയ ഭക്തി എന്നല്ല, എവിടെയോ ഒരാൾ നമ്മളെല്ലാം കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ നോക്കുന്നുണ്ട്, അതൊരു നന്മയല്ലേ, അങ്ങനെ ആലോചിച്ചൂടെ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരം ഒരു ചോദ്യത്തിന് നമ്മൾ എന്തായിരിക്കും ഒരു മറുപടി പറയും? എല്ലാ ചോദ്യത്തിനും നമ്മൾ മറുപടി ഒന്നും പറഞ്ഞ് തീർക്കേണ്ട കാര്യമൊന്നുമില്ല. ചോദിക്കുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ അറിയാനാണോ ചോദിക്കുന്നതെന്ന് നോക്കിയിട്ട് ഉത്തരങ്ങൾ പറയാവുന്നതാണ്. മനുഷ്യർ ഇത്തരത്തിലൊരു സങ്കല്പം, ശരിക്കും പറഞ്ഞാൽ സങ്കല്പനം, കൺസെപ്റ്റ് എന്നാണ് പറയേണ്ടത്. എന്തുകൊണ്ടുണ്ടായി, എന്തുകൊണ്ടുണ്ടാക്കി എന്നറിയുക എന്നുള്ളതാണ് വേണ്ടത്. നമ്മൾ മനുഷ്യർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ജീവികളെ പോലല്ലാതെ നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കിയ ലോകങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് ഇത്തരത്തിലൊരു സങ്കല്പനം. ദൈവം എന്ന് പറഞ്ഞ് മനുഷ്യർ പറയുമ്പോൾ അത് വേണോ വേണ്ടായോ എന്നുള്ള ചർച്ചയ്ക്കകത്ത് നമ്മൾ പോകേണ്ട അടിയന്തര ആവശ്യമൊന്നുമുള്ളതല്ല. ഇപ്പോൾ ഒരാൾ പറയാണ്, എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ നടക്കുമ്പോൾ എനിക്ക് പേടി വരുമ്പോൾ ഞാൻ ദൈവത്തിനെ വിളിച്ച് സമാധാനപ്പെടുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ഇയാൾ സമാധാനപ്പെടേണ്ട എന്ന് പറയേണ്ട ആവശ്യം നമുക്കൊന്നുമില്ല. പക്ഷേ എന്താണ് ഇയാൾ ഈ സമാധാനപ്പെടാൻ ഉപയോഗിക്കുന്നത് എന്നൊക്കെയുള്ള ഡിസ്കഷനൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലാണ് അത് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മുന്നിലൊരു പ്രശ്നം എപ്പോഴും വരുന്നത്, നമ്മളീ കാണുന്ന ലോകം, നമ്മളെല്ലാം അനുഭവിക്കുന്ന ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ ചിന്തിക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ നമ്മൾ മനുഷ്യരുടെ ഒരു എൻക്വയറി അറിയാനായിട്ട്, നമ്മുടെ മുന്നിലുള്ളതിനെ എന്താണിത് എന്ന് അറിയാനുള്ള കൗതുകമുള്ള മനുഷ്യരാണ് നമ്മൾ. അങ്ങനത്തെ ഒരു ജീവിയാണ്. അത് പ്രത്യേകിച്ചും ലോകത്തിനെ കാര്യകാരണ സഹിതം ഇങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യമുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലൊരു കാരണമുണ്ട് എന്ന് ചിന്തിക്കുന്ന യുക്തി കൊണ്ടാണ് നമ്മൾ ഈ എത്തിച്ചേരുന്നത്. അപ്പം നല്ല യുക്തിവാദികളാണ് ദൈവത്തിനെ കണ്ടുപിടിച്ചിട്ടുള്ളത്, അല്ല യുക്തിയില്ലാതല്ല. ഒന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. പുറകിലൊരു കാരണമുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എല്ലാത്തിനും അതിന് പണ്ട് കാലത്തുള്ളവർ തീ ഉള്ളിടത്ത് പുകയുണ്ട് എന്ന് പറയുന്ന യുക്തിയായിരുന്നു അന്ന് പണ്ട് പറയുന്നത്. കാര്യകാരണ സഹിതം ലോകത്തിനെ മനസ്സിലാക്കാൻ ശ്രമിച്ച മനുഷ്യരുടെ ഉത്തരങ്ങളിലൊന്നാണ് നമ്മളീ പറയുന്ന ദൈവമൊക്കെ. പക്ഷെ ആ ചോദ്യം ചോദിച്ച് അങ്ങനെ ഒരു ഉത്തരം കണ്ടുപിടിച്ച മനുഷ്യർക്ക് തന്നെ പെട്ടെന്ന് നമ്മളവരോട് ചോദിക്കണം, ഓക്കെ, ഇപ്പോൾ ദൈവത്തിൻ്റെ കാരണക്കാരൻ ആരാണ് എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഏത് കാര്യത്തിനും ഒരു കാരണമുണ്ടല്ലോ. അപ്പോൾ അവർ പറയാം, അത് വേണ്ട, അങ്ങനെ ചോദിച്ചോളാം, ഇത് നിങ്ങൾ സമ്മതിക്കണമെന്ന്. അതുകൊണ്ടാണ് നമുക്കത് സ്വീകാര്യമല്ലാത്തത്. അതുകൊണ്ട് ഈ ചോദ്യം ഇനി ചോദിക്കൂടാ എന്ന് പറയുന്ന, അതുവരെ യുക്തിപൂർവം പറഞ്ഞുകൊണ്ട് പോയ ആൾക്കാർ ഇനി തൊട്ട് യുക്തി വേണ്ട എന്ന് നമ്മളോട് പറയുന്നത് കൊണ്ടാണ് നമുക്കത് പ്രശ്നമായി മാറുന്നത്. അപ്പോൾ ദൈവത്തിനൊരു കാരണം ഇല്ല, അതെല്ലാത്തിൻ്റെയും കാരണങ്ങളുടെ കാരണം എന്നാണ് അരിസ്റ്റോട്ടിലൊക്കെ പറയുന്നത്. അപ്പോൾ അന്ന് തത്വചിന്താപരമായി ചിന്തിക്കുന്ന ആൾക്കാർ ഫൈനൽ കോസ്,
എന്നൊക്കെയാണ് അതിന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സങ്കല്പന കൊണ്ടാണ് അതിന് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ആ തരത്തിലുള്ള ഒരു ഉത്തരം സത്യത്തിൽ ഇന്ന് നമുക്ക് ആവശ്യമില്ല. ദൈവം നമുക്കൊരു ഉത്തരമല്ലാത്തത് കൊണ്ടാണ് ഇപ്പം ഞാനൊക്കെ ഉപയോഗിക്കാത്തത്. അതൊരു ഉത്തരമല്ലാത്തതുകൊണ്ടാണ്. മറ്റേത് ഒരാൾക്ക് പ്രയോജനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വഴക്കൊന്നുമില്ല, നമുക്ക് വല്ല വഴക്കുണ്ട്. അപ്പോൾ അയാൾക്ക് ഇരുട്ടത്ത് നടക്കുന്ന സമയത്ത് കൂട്ടിന് ഒരാളാണ് അയാളുടെ ദൈവമെങ്കിലും നമ്മളെന്തിനാണ് വഴക്കെടുത്തത്? പനി പിടിക്കുമ്പം പനി മാറ്റുന്നതിന് വേണ്ടി ഇത് ഉപയോഗപ്പെടുന്നുണ്ടെന്ന് അയാൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വല്ല വഴക്കുണ്ടോ? നമുക്ക് വഴക്കില്ല, നമുക്ക് വഴക്കിടേണ്ട കാര്യവുമില്ല. എനിക്ക് സമാധാനം വരുന്നുണ്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നത് വഴി എന്നൊരാൾ പറയുമ്പോൾ അതിനെന്തിനാണ് നമ്മൾ വഴക്കിടുന്നത്? പക്ഷേ സമാധാനം അയാൾ കണ്ടെത്തുന്നില്ലെന്ന തരത്തിൽ വീണ്ടും പെരുമാറുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഇതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനമില്ല, അതുകൊണ്ട് നമ്മൾ വേറെ കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് എന്ന് പറയേണ്ടി വരുന്നത്. ഞാനിത് പൂർണ്ണമായിട്ട് ഈ ദൈവസങ്കല്പനം ഉപേക്ഷിക്കുന്നത് കാരണമില്ലാത്ത എല്ലാത്തിൻ്റെയും കാരണമായിരിക്കുന്നത് ദൈവമാണെന്ന് അവർ പറയുന്ന ഉത്തരം നമുക്ക് ഈ പ്രപഞ്ചത്തിനെ അങ്ങനെ തന്നെ വെച്ചാൽ പറ്റും. അതുകൊണ്ട് പ്രപഞ്ചം ഉള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കിയതോടെ എൻ്റെ പ്രശ്നം പരിഹരിച്ച്. മറ്റേതങ്ങനെയല്ല, അവർക്ക് പ്രപഞ്ചം ഉണ്ടാക്കാൻ ഒരാൾ വേണം എന്നുള്ളതാണ്. ഞാൻ പ്രപഞ്ചം ഉള്ളതാണെന്ന് മനസ്സിലായ ദിവസം എന്നെ സംബന്ധിച്ചോളം അതങ്ങ് വിട്ടു. പിന്നെ എനിക്കൊരു ആവശ്യമില്ല. പിന്നെന്തോ സംഭവിക്കുന്നത്? നിരന്തരം മാറുന്ന പ്രപഞ്ചം കൂടാ. അതുകൊണ്ടാണ് നമുക്ക് ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അവരുടെ പ്രശ്നം വരുന്ന അങ്ങനെ. ഈ കസേര ഉണ്ടാകത്തില്ല, കസേര ആരെങ്കിലും ഉണ്ടാക്കണം. അതാണ് അതിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത്. ആയിരക്കണക്കിന് വർഷം കൊണ്ട് മാറ്റം സംഭവിച്ച് ഇങ്ങനൊരു കസേര ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അങ്ങനെ പറ്റത്തില്ല. അപ്പോൾ ഈ കസേര വരെ ചിലപ്പോൾ കുറച്ച് സംഭവിച്ചാലും ഈ ഇരിക്കുന്ന സൗണ്ട് ബോക്സ് ഇങ്ങനെ ഉണ്ടാകുമെന്ന് വിചാരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോഴാണ് ഈ ആൾക്കാർക്ക് ഇതിൻ്റെ പുറകിലൊരു ബുദ്ധിയുള്ള കാരണം വേണം എന്ന് കണ്ടുപിടിച്ചതാണ് അവരുടെ ദൈവം. പക്ഷെ നമ്മളതൊരു ഫൈനൽ ആൻസർ ആകാൻ നമുക്ക് പറ്റാതെ പോകുന്നത് അതെങ്ങനെ അങ്ങനെ വന്ന് നിൽക്കുന്നു എന്ന് ഉത്തരം പറയാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളത് വിടുന്നത്. ഇന്ന് നമുക്കറിയാം ഈ ചോദ്യം മനുഷ്യർക്കുണ്ടായത്, മനുഷ്യർക്കാണ്, അല്ല ഏതെങ്കിലും ഒരു മനുഷ്യനല്ല ഉണ്ടായത്. മറ്റ് ജീവികളെ പോലെ തന്നെ ഇവിടെ ജീവിച്ചിരുന്ന കോടിക്കണക്കിന് ജീവികളുള്ള ഒരു ലോകത്ത് അതിനകത്തുണ്ടായിരിക്കുന്ന ഒരു ജീവിയായിരിക്കുന്ന മനുഷ്യർക്ക് ഈ പ്രശ്നം ഇങ്ങനെ വന്നത് അവരോരോന്നും ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കല്ലുളി കണ്ടുപിടിക്കുന്ന സമയത്താണ് അവിടെ കിടക്കുന്ന ഒരു കല്ലിൻ്റെ ചീളെടുത്തിട്ട് ഒരു ഇറച്ചി മുറിക്കുന്നതോ അല്ലെങ്കിൽ ഒരു മരത്തിനെ പോറുകയോ ഒക്കെ ചെയ്യുന്ന പോലെ അല്ല, അതിനൊരു പിടിയുള്ള ഒരെണ്ണം ഉണ്ടാക്കും. അപ്പോൾ ഒരാൾ വന്നിട്ട് ഈ കല്ല് ഇത് ആരാ ഇങ്ങനെ ആക്കിയത് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് പകരം ഇത് ആരാണ് ഉണ്ടാക്കിയതെന്നുള്ള ചോദ്യം. അപ്പോഴാണ് ആ കല്ലുളി ഉണ്ടാക്കിയത് തോമസാണ്, അല്ലെങ്കിൽ അബുവാണ്, ഇങ്ങനെ ആരുടെയെങ്കിലും ഒരു പേര് പറയുന്നതുകൊണ്ട് നമുക്കറിയാം അബു ഉണ്ടാക്കിയതാണ് ആ കല്ലുളി. അപ്പോൾ ഇതിങ്ങനെ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ ചായയൊക്കെ കുടിച്ച് കാപ്പിയൊക്കെ കുടിച്ച് എല്ലാവരും കൂടെ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് ഈ ആകാശത്തൊക്കെ നോക്കി ഇങ്ങനെ മലന്ന് കിടക്കുന്നത് എല്ലാ ദിവസവും ഇല്ലേ, അങ്ങനെ കിടക്കുമ്പോഴാണ് ഒരാൾ ഇതൊക്കെ ആരടാ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. ഇത്രയും പ്രശ്നമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന തോമാച്ചനെയോ അബുവിനെയോ ഒന്നും വിളിച്ചാൽ പരിഹരിക്കത്തില്ല. അങ്ങനെ മനുഷ്യരെല്ലാവരും കൂടെ ആലോചിച്ച് ഇതിന് ഈ ഉളി ഉണ്ടാക്കാൻ ഒരാൾ വേണമെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കാൻ ഒരാൾ വേണം എന്ന് കണ്ടുപിടിച്ച് അങ്ങനെ മനുഷ്യർ കണ്ടുപിടിച്ചതാണ് പാവം ദൈവത്തിന്. അതുകൊണ്ടാണ് മനുഷ്യരുടെ കൂട്ടി ദൈവം ഇരിക്കുന്നത്. അൽസേഷ്യൻ പട്ടിയാണ് കണ്ടുപിടിച്ചിരുന്നതെങ്കിലുണ്ടല്ലോ
സെയിൻറ്റ് ബെർണാഡ് എന്ന് പറഞ്ഞ ഭയങ്കര ഭീകരം തടിയനൊരു പട്ടിയുണ്ട്, അതിൻ്റെ വലിപ്പത്തിൽ വന്നേ. അപ്പം നമ്മൾ കണ്ടുപിടിച്ചതുകൊണ്ടാണ് നമ്മുടെ സ്വഭാവമുള്ള ദൈവങ്ങളായ എല്ലായിടും ഉള്ളത്. ഏത് ലോകത്ത് പോയി സംസാരിച്ചാലും നമ്മളെപ്പോലെ കാര്യമൊക്കെ പറയും, ദേഷ്യം വരികയും അസൂയ വരും. നമ്മളൊക്കെ തന്നെ ഇച്ചിരി നന്നാകുന്ന കണ്ട ദേഷ്യം വരുന്ന ദൈവങ്ങളൊക്കെയാണ് ലോകം മുഴുവനുള്ളത്. നമ്മളെ നന്നാക്കാനൊക്കെയാണ് നടക്കുന്നത്. ഈ നക്ഷത്രമൊക്കെ ഉണ്ടാക്കാൻ നടന്ന പാർട്ടി നമ്മുടെ കാര്യമൊക്കെ നോക്കി നടക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടം. ഭൂമി കാണാതെ പോയാൽ പോലും അറിയത്തില്ല, അത്ര ചെറുതാണ്. അതിനകത്ത് നമ്മൾ ഈ മീനെ ആരും കാണാതെ പിടിച്ചതോ അല്ലെങ്കിൽ ആ മരത്തെ കയറരുതെന്ന് പറഞ്ഞിട്ട് അവിടെ കയറിയതോ ഒക്കെ നോക്കിയിരിക്കുന്ന ദൈവത്തിനെ പറ്റിയൊക്കെ ആലോചിച്ച് എന്തൊരു ദൈവത്തിൻ്റെ ഒരു ഇരിപ്പെന്ന് ആലോചിച്ച് നോക്കണേ. കോടാനുകോടി നക്ഷത്രമുണ്ട്, നക്ഷത്രമാണ്, നക്ഷത്ര ഗാലക്സികൾ. നമ്മൾ പറയുന്ന അത് തന്നെ എണ്ണി തീർക്കാൻ ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കണക്ക് കൊണ്ട് കുറേ കണക്കൊക്കെ വെച്ചിട്ട് നമ്മൾ ഇത്ര ട്രില്യൺ ഉണ്ടെന്നൊക്കെ പറയും. ഇതെല്ലാം ഉണ്ടാക്കിയൊരു വിദ്വാനെ പറ്റിയായി ഈ പറയുന്നതെന്ന് ഓർക്കണം. അയാളാണ് നമ്മൾ മീനെ ചൂണ്ടയിട്ട് പിടിച്ചോ എന്നൊക്കെ ഉള്ളത് നോക്കിയിരിക്കുന്ന, കോഴിയൊക്കെ ഒന്നോ പ്രാർത്ഥിച്ചിട്ടാണോ തിന്നത് എന്നൊക്കെ ചോദിക്കുന്ന കാര്യത്തിനകത്ത് ഇടപെട്ടിരിക്കുന്ന നമുക്കൊരു ആലോചിച്ച ഒരു യുക്തിയും കിട്ടത്തില്ല. അതുകൊണ്ട് മനുഷ്യ സൃഷ്ടിയാണ് നമ്മൾ ഈ പറയുന്നത്. അത്യാവശ്യം സന്ധ്യയ്ക്ക് നടക്കുമ്പോൾ പേടി മാറ്റാൻ ഉപയോഗിക്കുന്നെങ്കിൽ ചെയ്തോട്ടില്ലേ?